ഡേ 8 ആണ്. ഇത് നമ്മുടെ ടാസ്കും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബൈബിൾ വേഴ്സ് എന്താന്ന് നോക്കാം. ഡേ 8 ടാസ്ക് ക്ലീൻ ബാത്റൂം. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ വലിയൊരു ടാസ്ക് തന്നെയാട്ടോ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ബൈബിൾ വേഴ്സ് നോക്കാം. മേരി ഗേവ് ബർത്ത് ടു ജീസസ്, ലൂക്ക് 2:7. ഇത് നല്ല എളുപ്പമുള്ളൊരു ബൈബിൾ വചനമാണല്ലേ. മേരി ഗേവ് ബർത്ത് ടു ജീസസ്, ലൂക്ക് 2:7. ഓക്കെ, അപ്പോൾ ഇനിയും പോയി ബാത്റൂം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വന്നിട്ടോ. കുറേ ആൾക്കാരുടെ മനസ്സിൽ ബാത്റൂം ക്ലീൻ ചെയ്തത് വളരെ ഒരു വൃത്തികെട്ട പണിയാന്നായിരിക്കും തോന്നുന്നത്. പക്ഷെ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമുക്കിങ്ങനെ സോപ്പ് വെച്ചും പിന്നെ പത വെച്ചും കളിക്കാൻ പറ്റും. പിന്നെ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ബ്രഷൊക്കെ വെക്കുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ ഡ്രസ്സ് നോക്കിക്കോ, പിന്നെ ഇത് കഴിയുമ്പോൾ എൻ്റെ ഡ്രസ്സ് നോക്കിക്കോ. നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അടുത്തത് ഞാൻ ടോയ്ലറ്റിൻ്റെ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്തു. ഒരു ഫോം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് അത് തുടച്ചിങ്ങനെ എടുത്തു. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ടോയ്ലറ്റ് മൊത്തം ഞാൻ അങ്ങനെ ചെയ്തു. ഓക്കെ, നമ്മൾ ക്ലീനിങ്ങിൽ ഏറ്റവും ഒരു വലിയ ഹാക്കാണെന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. ടൂത്ത് പേസ്റ്റ് എന്തിനും യൂസ് ചെയ്താലും വളരെ നല്ലതാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദി സാധനം കഴിക്കുമ്പോഴും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളൊരു പുതിയ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചിട്ട് അത് നിങ്ങളുടെ ഫർണിച്ചറിൽ മൊത്തം തേച്ച് വെക്കുക, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. തീരാറായ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയർ ഒത്തിരി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യമാണെങ്കിൽ ഭയങ്കര വെറ്റായിട്ടുള്ള ഹാൻഡ്സ് ആയതുകൊണ്ട് എനിക്ക് മുടി ചെയ്താലും കെട്ടാനും പറ്റുന്നില്ല. അപ്പോൾ അതാ വേറൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ വാഷ് ബേസിൻ തുടയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ വാഷ് ബേസിൻ്റെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ ബാത്റൂം നമ്മൾ ടോയ്ലറ്റും ഒക്കെ കരുകി. ഇനി അവിടെ കുറേ അലകുലത്തെ സാധനങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ. അതെല്ലാം ഞാനൊരു കവറിലേക്കാക്കി ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ചില സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നമ്മുടെ ഈ കവറിനകത്ത് എടുത്തിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് റീസ്റ്റോക്കിംഗ് ചെയ്യാനുണ്ട്. നമ്മുടെ ലിക്വിഡ് ഹാൻഡ് വാഷിൻ്റെ റീസ്റ്റോക്കിംഗ് ആണ് ചെയ്യാനുള്ളത്. ഈ വലിയൊരു ഒരു പെട്ടി പോലത്തെ ഒരു സംഭവമാണ് വാങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞ് ഇതിനകത്തൂടെ ഇത് കയറി പോകത്തില്ല. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് സത്യം പറഞ്ഞ് ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങളൊന്ന് നോക്കണം. അത് സോപ്പാണോ അതോ ജെല്ലിയാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, നല്ല രസമില്ലേ, കളിക്കാൻ നല്ല രസമാണ്. ജെല്ലി പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഫില്ല് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തതാണ് വാഷ് ബേസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടാപ്പും. പക്ഷെ അത് ഒന്നുകൂടെ ചെയ്തു, കാരണം ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയപ്പോഴത്തേക്ക് മൊത്തം സോപ്പായതുകൊണ്ട് അത് ജസ്റ്റ് ഒന്നുകൂടെ ചെയ്തു. ഇപ്പം എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒത്തിരി ടയേർഡായി. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ആ സ്ലാബ് പോലത്തെ ഒരു സാധനം അതും ഞാൻ ആ തുണി വെച്ച് തുടച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ചെളി ഉണ്ടായിരുന്നു. മൊത്തം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ഓരോന്ന് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അമ്മേനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ മൊത്തം ഞാൻ നന്നായിട്ട് ക്ലീനാക്കി. നിങ്ങൾ ഇങ്ങനെ വീട് ക്ലീൻ ചെയ്യാറുണ്ട്? നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും എവിടെയാണ് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ഡേർട്ടും ഞാനിങ്ങനെ തൂത്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നാളത്തെ ടാസ്കും ഒരു 8 ദിവസത്തെ ടാസ്ക് നല്ലതായിട്ട് തന്നെ പോകുന്നു കേട്ടോ. ടാസ്കുകളൊക്കെ ഇതാണ് ഞങ്ങളുടെ ബാത്ത് ടബ് എന്ന് പറയുവാണെങ്കിൽ.
ഇവിടെ അറിയാമായിരിക്കുമല്ലോ ഇംഗ്ലീഷുകാർ ഇവിടെ UK ഈ സ്ഥലങ്ങളിലൊക്കെ ബാത്തപ്പൊക്കെയാണ് ഉള്ളത്. പ്ലസ് ഇവിടെ ഷവറും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഇനി ഞാൻ അവിടെ വൃത്തിയാക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ നല്ല മെസ്സിയാണ്. പക്ഷെ ലാസ്റ്റത്തെ നിങ്ങൾക്ക് ആ ലാസ്റ്റ് എന്താണെന്ന് നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നെവർ ഗീവ് അപ്പ് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന്. ഓക്കെ, സോ പാത്തപ്പൂ ആ സൈഡിലുള്ളതും കഴുകി. ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുടീനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ കൈ ഒന്ന് അങ്ങോട്ട് തുടച്ചിട്ട് അങ്ങനെ കുടഞ്ഞിട്ടിട്ട് ഞാൻ എൻ്റെ മുടി കെട്ടി. എന്തോ ഒരു ആശ്വാസം ഉണ്ടായിരുന്നറിയാം. കുറച്ച് മുടി എനിക്കുള്ളൂ, പക്ഷെ എന്നാലും നമുക്കിങ്ങനെ മുടി അഴിച്ച് കിടക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളൊരു പണി ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ നന്നായിട്ടല്ല കെട്ടിയിരിക്കുന്നത്, എന്തെങ്കിലും ആവട്ടെ അങ്ങനെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചതാണ്. അത് റിയലി നന്നായിട്ട് കെട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതാ ബാത്തപ്പിന് ഇച്ചിരി പണിയുണ്ടായിരുന്നു. കാരണം സോപ്പ് വെച്ചാൽ നല്ല പാടാണ് അത് കഴുകി എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബബിൾ ബാത്ത് പോലെ ബബിള് മൊത്തം ആ വെള്ളത്തിൻ്റെ നടുക്കിങ്ങനെ വന്നിരിക്കുക കേട്ടോ.